സുഭാഷിതം ജയശ്രീ കുറിശ്ശേരി അവതരിപ്പിക്കുന്നു. അധികമായാൽ അമൃതം വിഷം. പതിരുകൾ ഒട്ടുമില്ലാത്തൊരു പഴഞ്ചൊല്ല്. മിതത്വം വളരെ മനോഹരമായ പദമാണ്. ഏത് കാര്യത്തിലും മിതത്വം പാലിക്കുന്നത് അതിൻ്റെ ഭംഗി കൂട്ടുകയും ചെയ്യും. പക്ഷേ ഇന്ന് ഈ മിതത്വം ഒരു കാലഹരണപ്പെട്ട വാക്കായി മാറിയെന്ന് തോന്നുന്നു. എന്തും അമിതമാക്കുന്നതാണ് ഇപ്പോഴത്തെ പ്രവണത. ആഹാരക്കാര്യം എടുത്താൽ പോലും ശരീരത്തിനും വയറിനും യോജിക്കുന്ന ആഹാരം മിതമായ അളവിൽ കഴിക്കാൻ ഇന്ന് പലർക്കും കഴിയുന്നില്ല. ബുഫേ പാർട്ടികൾക്ക് സ്വന്തം ഇഷ്ടവും ആവശ്യവും അറിഞ്ഞ് ആഹാര സാധനങ്ങൾ എടുത്ത് കഴിക്കാൻ സൗകര്യമുണ്ടെങ്കിലും ആവശ്യത്തിലധികം എടുത്തിട്ട് ഉപയോഗിക്കാതെ കളയുന്നു. ഒരു 5 സ്റ്റാർ ഹോട്ടലിലെ ജോലിക്കാരൻ പറഞ്ഞ കാര്യം ഈയിടെ വായിച്ചത് ഓർമ്മ വരുന്നു. ദിവസവും ആ ഹോട്ടലിൽ നിന്നും കളയുന്ന ആഹാരം കണ്ട് മനം മടുത്താണ് ആ ജോലി വിട്ടതെന്ന്. ലക്ഷക്കണക്കിന് കുട്ടികൾ വിശന്ന് വലഞ്ഞു ജീവിക്കുന്ന നാട്ടിലാണ് ഇങ്ങനെ ആഹാരം വലിയ അളവിൽ പാഴാക്കി കളയുന്നത്. നമ്മുടെ സംസാരത്തിലും ഇത്തരത്തിലൊരു മിതത്വം പാലിക്കേണ്ടത് ആവശ്യമാണ്. സംസാരം അമിതമാകുമ്പോഴാണ് പല തരത്തിലുള്ള വഴക്കുകളും സംഘർഷങ്ങളും ഉണ്ടാകുന്നത്. മിതം ച സാരം ച വജോഹി വാഗ്മിതം. അതായത് മിതമായും അർത്ഥപൂർണമായും സംസാരിക്കുന്നവനാണ് വാഗ്മി. പക്ഷെ ഇന്ന് ആൾക്കൂട്ട ആരവങ്ങൾക്ക് മുകളിലെത്തുന്ന അലർച്ചകളെ പ്രസംഗം എന്ന പേരിൽ തെറ്റിദ്ധരിക്കപ്പെടുന്നു. അത്തരം ശബ്ദഘോഷങ്ങൾക്കൊന്നും മനസ്സിനുള്ളിലേക്ക് എത്താൻ കഴിയില്ല. പ്രസംഗത്തിലും മിതത്വം തന്നെയാണ് അഭികാമ്യം. ഇത് തന്നെയാണ് പണം ചിലവഴിക്കുന്ന രീതിയിലും ഇന്ന് കണ്ടുവരുന്നത്. നാം വസ്തുക്കളെ അത്യാവശ്യം, ആവശ്യം, അനാവശ്യമെന്ന് തിരിച്ചാൽ തന്നെ മിതവ്യയം ശീലിക്കാൻ കഴിയും. എന്നാൽ ആവശ്യമുള്ള സാധനങ്ങൾ ആവശ്യമുള്ള സമയത്ത് വാങ്ങുകയും വേണം. അതായത് ലുബ്ധിനും ധൂർത്തിനും ഇടയിലെ സമീപനമാണ് നാം സ്വീകരിക്കേണ്ടത്. ഇന്നത്തെ ഉപഭോഗ സംസ്കാരത്തിൽ ആവശ്യമില്ലാത്തതൊക്കെ വാങ്ങിക്കൂട്ടുന്ന ഒരു പ്രവണതയുണ്ട്. ഓൺലൈൻ വ്യാപാരവും ഡിജിറ്റൽ പണമിടപാടുകളും ഷോപ്പിംഗ് മാളുകളും ഇക്കാര്യത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങാൻ പറ്റുന്നു എന്നത് വലിയ സൗകര്യമാണെങ്കിലും നമ്മുടെ ഉപഭോഗം വളരെ കൂടി വരുന്നു എന്നത് ദോഷകരവുമാണ്. ഇഷ്ടപ്പെട്ടു എന്ന കാരണം കൊണ്ട് ആവശ്യമില്ലാത്ത വസ്തുക്കൾ വാങ്ങിക്കൂട്ടാതിരിക്കുക. ആഘോഷ ചടങ്ങുകളിലും മറ്റുമുള്ള അമിതമായ ആർഭാടങ്ങൾ പലതും അന്ധമായ അനുകരണങ്ങളാണ്. വിവാഹത്തോടനുബന്ധിച്ച് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടത്തുന്ന പല ചടങ്ങുകളും അന്യനാടുകളിൽ നിന്നും ചേക്കേറിയവയാണ്. ഇതുമൂലം ഒരു വിവാഹം നടത്തി കഴിയുമ്പോൾ പല കുടുംബങ്ങളും കടക്കെണിയിലാവുന്നു. പഴയകാലത്തും ഇത്തരം ധൂർത്തുകളുടെ പേരിൽ കുടുംബങ്ങൾ ക്ഷയിച്ചതിനെ തുടർന്ന് അന്ന് ആഘോഷപൂർവ്വം നടത്തിയിരുന്ന പല ചടങ്ങുകളും നിർത്തലാക്കിയിരുന്നു. വളരെ ധനികരായവർ ചെയ്യുന്നത് കണ്ടിട്ട് പാവപ്പെട്ട പെൺകുട്ടികളുടെ അച്ഛനമ്മമാരും മക്കളുടെ ഇഷ്ടങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കേണ്ടി വരുന്നു. ഈയിടെ ഒരു സുഹൃത്തിൻ്റെ മകൻ്റെ വിവാഹ ചടങ്ങിൽ വധുവിൻ്റെ ഒരുക്കങ്ങളുടെ മിതത്വം കണ്ണിനും മനസ്സിനും പകർന്ന കുളിർമ ചെറുതല്ല. അമിതവും ആർത്തി പിടിച്ചതുമായ ആഡംബരങ്ങളും ഉപഭോഗ സംസ്കാരവും സമൂഹത്തിനുണ്ടാക്കുന്ന ഒരുപാട് ദൂഷ്യഫലങ്ങളുണ്ട്. ഇത്തരം മോഹവലയങ്ങളിൽപ്പെട്ട് ആഡംബര ജീവിതം നയിക്കാനായി സമ്പത്തുണ്ടാക്കാൻ ഏതു ദുർമാർഗത്തിലേക്കും ആളുകൾ നയിക്കപ്പെടുന്നു. ഉദ്യോഗസ്ഥർക്കിടയിൽ കൈക്കൂലിയും അഴിമതിയും പെരുകുന്നു. കൈക്കൂലി കൊടുക്കുന്നവൻ അർഹതയില്ലാത്ത കാര്യങ്ങൾ അന്യായമായി നേടിയെടുക്കുന്നു. അപ്പോൾ സാധാരണ ജനങ്ങൾക്ക് അർഹതപ്പെട്ട കാര്യങ്ങൾ സാധാരണ രീതിയിൽ നടക്കാതെ വരുന്നു. തെറ്റായ മാർഗത്തിൽ കൂടി നേടുന്ന പണം കൂടുതൽ കൂടുതൽ സുഖലോലുപതയ്ക്കായി ചിലവഴിക്കുന്നു. അവരുടെ മക്കളും കുടുംബത്തിലെത്തുന്ന പണത്തിൻ്റെ ഉറവിട ശുദ്ധി അറിയാതെ ഇതേ സുഖലോലുപത തുടരുന്നു. അത് അവരെയും വഴിവിട്ട പോക്കുകളിലേക്ക് നയിക്കുന്നു. നമ്മുടെ നാട്ടിൽ മോഷണം, ലഹരിക്കച്ചവടം തുടങ്ങിയവയിലൂടെ നേടുന്ന പണവും അത്യാഡംബര ജീവിതങ്ങൾക്കാണ് ഉപയോഗിക്കപ്പെടുന്നത്. കൂടുതൽ സുഖ സൗകര്യങ്ങൾക്കായി പുതിയ പുതിയ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ഇറക്കിക്കൊണ്ട് അപകടകരമായ ഒരു ഉപഭോഗ സംസ്കാരം സമൂഹത്തിൽ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അത് ജനങ്ങളെ കൂടുതൽ അലസരും സുഖലോലുപരുമാക്കി തീർക്കുന്നു. അടുത്ത തലമുറയെ ഇതിൻ്റെ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് രക്ഷിക്കണമെങ്കിൽ കുടുംബങ്ങളിൽ മിതത്വശീലത്തിൻ്റെ പ്രാധാന്യം കാട്ടിക്കൊടുക്കണം. കുട്ടികളെ അധ്വാനശീലരാക്കി വളർത്തണം. പണത്തിനും സുഖലോലുപതയ്ക്കും അമിത പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ടുള്ള സംസാരവും പ്രവൃത്തികളും കുടുംബാന്തരീക്ഷത്തിൽ ഒഴിവാക്കുക. എങ്കിൽ മാത്രമേ മിതത്വത്തിൻ്റെ മഹത്വവും ശോഭയും അനുഭവിക്കാൻ കഴിയൂ. സുഭാഷിതമാണ് കേട്ടത്. അവതരിപ്പിച്ചത് ജയശ്രീ കുറിശ്ശേരി.